ഡാർക്ക് കളർ കൊടുത്ത് ഭയങ്കരമായിട്ട് കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്നതിനേക്കാളും നല്ലത് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് അതിനെ ഡാർക്ക് ഫീലിലോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്രീമിൽ ഒരുപാട് കളേഴ്സ് ചേർക്കാണ്ട് ഇതുപോലെ ലൈറ്റായിട്ട് ഒരു കോട്ടിങ് കൊടുക്കുക, അതായത് സെക്കൻഡ് ഐസിങ് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ ജസ്റ്റ് ടച്ച് വർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഒരു ഫുൾ കവറിങ് കൊടുക്കുകയോ ചെയ്യുക. പിന്നെ കൊടുക്കുന്ന സമയത്ത് പാലറ്റ് നൈഫിലോ സ്ക്രീപ്പറിലോ ജസ്റ്റ് ഡോട്ട് കൊടുത്തിട്ട്, അതായത് കളേഴ്സ് ഇതുപോലെ ഡോട്ട്സ് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ഒന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെയാകുന്ന സമയത്ത് ഒരുപാട് കളേഴ്സ് വേണ്ട, എന്നാൽ ഒരുപാട് കളേഴ്സ് ആയി എന്നുള്ള ഒരു ഇഷ്യൂസും ഇല്ല, കൈപ്പടേസ് ഒട്ടും വരത്തുമില്ല. എന്നാൽ നമ്മുടെ കേക്കിൻ്റെ തീമിന് കറക്റ്റായിട്ടുള്ള കളേഴ്സ് കിട്ടുകയും ചെയ്യും. എന്നാൽ ആ ഒരു തീം പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കളറിൽ കിട്ടിയാൽ മാത്രമേ പെർഫെക്റ്റ് ആവൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഋഷ.